എടുത്ത് മാറ്റണത്. ലോഡ് കയറ്റിയ പൊയ്ക്കോടൊക്കെ പിടക്കല്ലേ, മാറ്റാം. നീ എന്താടാ ഒന്ന് പരുകുന്നേ? എടുത്ത് മാറ്റണ ചേടാ. അതിന് താക്കോൽ എന്റെ കയ്യിലില്ല. ചേടാ ഇത് വലിയ തൊന്തരമായല്ലോ. എവിടെയാ കഴിവണമായി? നോക്കി പേടിപ്പിക്കാതെ വിളിച്ചോണ്ട് വാടക എവിടാന്ന് വെച്ചാല്. താത്തു ചന്ദ്രേട്ടനെ കണ്ടോ? എവിടെ പോയി കിടക്കുന്നു? ഏത് മാനത്തിലെ മൂപ്പരെന്ന് ആർക്കറിയാം? വൈ രാജാ വൈ. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8. ആർക്കും വെക്കാം, ആർക്കും വെക്കാം. മടിക്കാതെ, അറക്കാതെ, സംശയിക്കാതെ ആർക്കും വെക്കാം. കള്ളമില്ല, കപടമില്ല, മന്ത്രമില്ല, മായാജാലമില്ല. ആർക്കും വെക്കാം. 5, 5-ന് 10, 2 വെച്ച് 2-ന് 4. ഇനി ആരെങ്കിലും ഉണ്ടോ? ചീട്ട് പറ്റാൻ പോകണം. ആരെങ്കിലും ഉണ്ടോ? 10, 10-ന് 20 ചീട്ട് പറ്റാൻ പോകണം. രാജാ കമ്പനിക്ക്. ജോക്കർ ആരാ 5 വെച്ചത്? 5-ന് 10 പിടി. പിടി. അടുത്ത ഇറങ്ങാൻ പോകുന്നു. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8. ആർക്കും വെക്കാം. അറച്ചു നിൽക്കരുത്. ഇത് എന്ത് പണിയാ ചന്ദ്രേട്ടാ? വണ്ടി മാറ്റി കൊടുക്കാൻ ബാക്കിയുള്ളവർക്ക് ലോഡ് എടുക്കണ്ടേ? വേണ്ട. കണ്ടോളൂ, കണ്ടല്ലോ. ചീറ്ററോ? ചിരടാൻ പോവാണ്. ആർക്കും വെക്കാം, ആർക്കും വെക്കാം. 1, 1. ഈ കാണിക്കുന്ന പോക്കത്തരം ആർക്കും വെക്കാം. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8, 5 വെച്ചാൽ 10. താക്കോൽ വിട്ടിട്ടെന്താ കാര്യം? ലോഡ് വണ്ടിയാ, ഞാൻ എടുക്കൂല. പിന്നെ നീ ഇത്ര നാൾ എന്റെ കൂടെ നടന്നിട്ട് എന്താ ചരച്ചത്? മായാജാലമില്ല. ജോക്കർ 1 ആരാ വെച്ചത്? ഇവിടെ ഇദ്ദേഹത്തിന് 1, 2 അടിച്ചിരിക്കുന്നു. ബാക്കിയെല്ലാം കമ്പനിക്ക്. പറ്റില്ല, രണ്ടാമതിടണം. ഞാൻ കണ്ടില്ല. അത് എന്റെ കുറ്റമില്ല. കളിക്കുമ്പോ നോക്കിയിരിക്കണം. ഞാൻ കണ്ടില്ല, രണ്ടാമതിടണം. താൻ കൈ നോക്കിയിരിക്കാതെ എന്റെ കുറ്റമാണോ? രണ്ടാമതിടാതെ കാലത്ത് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? കൈ തൂറോ? നിന്നോട് ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടൻ എന്തായി കാണിക്കുന്നത്? ചന്ദ്രേട്ടൻ കളി കാണാൻ ഞാൻ കുറ്റ? ഉള്ള കാശ് കളിച്ചു പോയപ്പോ കൊതിയെടുക്ക പൊട്ടി. ഞാൻ കൊതിയെടുത്തുന്നു. ചന്ദ്രുവിന് കാശ് പുല്ലാടാ. ചന്ദ്രു കുടിച്ചും കളിച്ചും കളഞ്ഞ കാശുണ്ടായിരുന്നെങ്കിൽ നിന്നെ നിന്റെ ഭാര്യ അവളുടെ അമ്മയെ വിലക്ക് വാങ്ങിക്കായിരുന്നു. അപ്പോഴേ ചന്ദ്രേട്ടോ, എന്റെ ഭാര്യയുടെ അമ്മയുടെയും കാര്യം വിട്. നമുക്ക് വേറെ ആരെങ്കിലും വിലക്കെടുക്കാം. തന്തയില്ലാത്തരന്നല്ലേ നിനക്ക് പറയുക? 1/2 മണിക്കൂറായി ഞാൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട്. വിളിക്കാൻ പോയവനെയും കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് വരട്ടെ. വഴക്കിനൊന്നും നിൽക്കണ്ട ചാക്കോച്ച. അവനൊരു മൂരിയ. അതല്ലല്ലോ, അങ്ങനെ വിട്ടാ പറ്റില്ല. വരണുണ്ട്. മൂപ്പരെ കണ്ടില്ലെന്നാ തോന്നണേ. എന്തിനാ അവൻ? ഈ പാട്ടവണ്ടി ഇന്ന് ചവിട്ടി പൊളിക്കും. എന്നാ പൊളിക്കടാ. അല്ലേ എന്തേട്ടാ, നേരെ എത്രയാന്നറിയാം വിളിക്കാൻ വന്നിട്ട്? വല്ലയിടത്തും വായി നോക്കി ഇന്ന് കാണും. താൻ ചന്ദ്രേട്ടനെ കഴിവറാമനെന്ന് വിളിച്ചില്ലേ? എന്നാ ഞാൻ ഈ ലോഡ് എടുക്കുന്നില്ല. നിന്നെ നോക്കിക്കോ. ചന്ദ്രേട്ടൻ ആരോടും കണക്ക് പറയണ്ട. ചന്ദ്രേട്ടന്റെ സ്വന്തം വണ്ടിയാ. ഇതൊരു ലോഡ് കുറഞ്ഞ വൈകുന്നേരം അവിടെ ചെല്ലുമ്പോ ആ നക്കി നായരുടെ മുഞ്ഞി മോന്തയും കാണും. അതുകൊണ്ടാ എന്റെ പൊന്നി ചന്ദ്രേട്ടനല്ലേ. സ്റ്റാർട്ടാവൂല, ഒന്ന് അനക്കണം. അത് ഞാൻ ഏറ്റു. എടാ ഭാസ്കര, അബ്ദുള്ളേ, ജോണേ, എല്ലാവരും ഒന്ന് വന്നേ. ഒന്ന് ആഞ്ഞു തള്ളിയാ. തള്ളിക്ക് തള്ളിക്ക്. പോട്ടെ പോട്ടെ. തള്ളു. ഇവിടെ കൊള്ളാം. പോട്ടെ. പുറോട്ട് വന്നു. ചവിട്ടി പിടിച്ചോ. ഞാൻ കട്ട വെക്കാം. മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ. പോട്ടെ. റൈറ്റ്. രക്ഷപ്പെട്ട് ഞാൻ വിചാരിച്ച് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഇവൻ എന്നെ ചതിക്കുവോ? 10-12 കൊല്ലായിട്ട് ഞാൻ പിടിക്കുന്നതായി വളയം. നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇവൻ അറിയാം. കാറ്റ് പോയി. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇവന് ശരിക്കറിയല്ലേ എന്തേട്ടാ? കളിയാക്കാതെ ചെന്ന് ടയർ മാറ്റിയിട്ടാ. ഈ ലൊഡാക്ക് വണ്ടി
ഒരു ദിവസം മര്യാദയ്ക്കൊന്ന് ഓടിക്കണ്ടിട്ട് മരിച്ചാ മതി. ഇവക്ക് ഇത് എന്തിന്റെ സൂക്കേടാടാ? നാരായണേട്ടന്റെ മോളായി പോയി. അല്ലെങ്കിൽ ഞാൻ കാണുമ്പോഴൊക്കെ എന്നോട് ചോദിക്കും ചന്ദ്രേട്ടന്റെ കാര്യം. സംഗതി കൊള്ളാം, കാണാനും സ്വഭാവവും. പിന്നെ നാരായണേട്ടനെ എളുപ്പമൊന്നും കാണില്ല. നമുക്കൊന്ന് ആലോചിച്ചാലോ? ഞാൻ വല്ല തെറിയും പറയും കേട്ടോ. പിന്നെ എന്നും ഇങ്ങനെ അമ്പലക്കാളെ പോലെ നടന്നാൽ മതിയോ? പണിയെടുക്കുന്ന കാശ് മുഴുവൻ പല ചാരായക്കടയിലും മുച്ചീട്ട് കളിക്കാരനും കണ്ട വെടികൾക്ക്. വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും, ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെപ്പോലൊരു വീടും ജീവിതവും എന്നൊക്കെ. ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുക അവള്. തുടങ്ങി രമണിയും വീടും കൂടും. നിനക്കൊന്നും മിണ്ടായിരിക്കണം. ഇനിയിപ്പോ എന്താ വേണ്ടേ? ചന്ദ്രേട്ടൻ ഒരു കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക്, അപ്പോഴേ എന്റെ സുഖം അറിയും. എന്റെ തടി ഇവിടെ ആണെങ്കിലും പ്രാണൻ അവളുടെ അടുത്താ. വയസ്സാകുമ്പോഴേ ഈ തടിയും ചുണയൊക്കെ അങ്ങ് മാറും. ആരാ ഇത്തിരി വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക? അതിന് വയസ്സായെങ്കിലല്ലേ. പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവുമില്ല. ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഗതി വന്നാൽ അന്ന് അവസാനിപ്പിക്കും. പിന്നെ വലിച്ചു വാരി കുഴിയിലിട്ട് മൂടണം. അതിനുള്ള മണ്ണ് എനിക്കുണ്ട്. പിന്നെന്താ? അയ്യോ മുതലാളിയോ? മോനെ മൂഞ്ഞിമേടാ വെള്ളം പറ്റണേ. മുതലാളി കണ്ടില്ല. മൂത്ത് രണ്ട് കണ്ണ് പിറ്റേക്കണേ. പിന്നെ എന്തിനാടാ പടക്കേ? എവിടാ നമുക്ക്? ആര്? അന്റെ മുതലാളി ചന്ദ്രു മുറിയിലുണ്ടാവും. വേഗം വണ്ടി കൊണ്ട് അങ്ങോട്ട് വാ. ഇന്ന് വണ്ടി കൊണ്ട് നമ്മള് പോകും. അയ്യോ മുതലാളി ചതിക്കരുത്, ഞങ്ങളുടെ കഞ്ഞിയാണ്. ഇന്ന് ആ കഞ്ഞിക്കല ഞാൻ എടുക്കും. അനക്കറിയോ 10-15,000 ഉറുപ്പ്യ ബാക്കി നിൽക്കണത്. മാസാമാസം തന്നു തീർത്തോളാ കരാറ്. കൊല്ലൊന്നായി ഒറ്റ കായ് എന്നിട്ടില്ല ഹിമാർ. ചന്ദ്രേട്ടനെ മുതലാളിക്ക് അറിയാമല്ലോ. 5-8 കൊല്ലം മുതലാളിയുടെ കൂടെ പണിയെടുത്ത ആളല്ലേ. ചന്ദ്രേട്ടൻ തരാണ്ടിരിക്കില്ല. എന്ന് എന്റെ മയ്യ തടക്കിട്ടാ തെണ്ടി തിരിഞ്ഞു നടന്നപ്പോ പിടിച്ചോണ്ടായി ബലയം പിടിപ്പിച്ച നമ്മളാ. എന്നിട്ട് നമ്മളോട് വേണക്കളി. അത് കൽവിലിരിക്കട്ടെ. തറാമ്പറപ്പ് വണ്ടി തുടങ്ങിയ നിന്നേ ഒരു കയ്യെന്ന് വെച്ചേ. ഒരു കൈയല്ല 2 കൈയും വെക്കാം. പക്ഷെ 2 രൂപ തരണം. ഒന്ന് അനക്കണേനാ. ജോലി ചെയ്താ കാശ് കിട്ടണം. മുതലാളിയാവുമ്പം കാശ് വാങ്ങാൻ പാടില്ലാത്ത എന്ത് ചെയ്യാം? മുതലാളിക്ക് അറിയൂ, 2-3 മാസം കഴിഞ്ഞാൽ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ. ഒരു വീട് വെക്കണം. ഈ കല്ലും മരവൊന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല. ആഹാ, അപ്പൊ ചങ്ങാതിനെ പോലെ അല്ല നീ. വീടും കൂടി നോക്കണം വിചാരണ്ട്. നാ പുടി 5 ഉറുപ്പ്യ ഉണ്ട്. ഇരിക്കട്ടെ. വളരെ സന്തോഷം. പിടിച്ചോ. തള്ളിക്കോ. ബ്രേക്കിന്ന് കാലിടും. നമ്മള് പോട്ടെ.